നമ്മുടെയൊക്കെ നാട്ടിലെ ഈ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ചില സ്ഥലത്ത് പണയമെന്ന് പറയും വീട് കൊടുക്കുന്നൊരു ഇടപാടുണ്ട്. അതായത് ഒരു രംസമായിട്ടൊരു തുക ഞാൻ കൊടുക്കും. ഇപ്പോൾ 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം കൊടുക്കും. ഇപ്പോൾ വീട് ഒരു പണയത്തിന് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കൊടുക്കും. അത് 1 വർഷത്തേക്കോ 2 വർഷം 5 വർഷം അങ്ങനെ പല കണക്കിൽ ഉണ്ടാവും. ഈയിടെ കുറേ പേര് ഒരു എൻക്വയറി വന്നു. അതായത് ഇങ്ങനെ ഒറ്റയ്ക്ക് കൊടുക്കുന്ന പൈസ തിരികെ കിട്ടാതെ പോകുന്നു. അതിനേക്കാൾ സങ്കടമെന്ന് പറയുന്നത് സർഫാസി നിയമപ്രകാരം ഈ ഒറ്റയ്ക്കെടുത്തിരിക്കുന്ന വീട് ബാങ്ക് വന്ന് ജപ്തി ചെയ്യും. ജപ്തി ചെയ്ത് അവിടെ താമസിക്കുന്ന ഈ പാവപ്പെട്ട ഒറ്റക്കാരെ ഒഴിപ്പിച്ചു വിടും. അന്നേരം എന്ത് ചെയ്യും എന്ന് ചോദിച്ചാണ് പലരും വന്നത്. ശരിക്കും പറഞ്ഞാൽ വളരെയധികം അപകടം പിടിച്ച ഒരു പരിപാടിയാണ് ഇപ്പോൾ ഈ ഒറ്റ രീതിയിൽ കാണപ്പെടുന്നത്. കാരണം പലപ്പോഴും ഈ കെട്ടിട ഉടമ അല്ലെങ്കിൽ ആ സ്ഥല ഉടമ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടാകും. അയാൾ ലോൺ തിരിച്ചടയ്ക്കാതെ വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് സർഫാസി നിയമപ്രകാരം ബാങ്ക് ഈ വസ്തു അങ്ങ് ഏറ്റെടുക്കും. ഇതിന് സത്യം പറഞ്ഞാൽ ഒരു സൊല്യൂഷനുമില്ല. കാരണം ഈ ലോൺ എടുക്കപ്പെട്ടിരിക്കുന്ന ആ ബാങ്ക് അവർ സർഫാസി നിയമപ്രകാരം ഈ വസ്തു ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഈ വസ്തു ഈ വീട് അവർക്ക് ഒഴിപ്പിച്ച് കിട്ടും. അതിന് കോടതി സഹായിക്കും. അഡ്വക്കേറ്റ് കമ്മീഷണർമാർ വരും. ഈ ഒറ്റക്കാരൻ എന്തൊക്കെ പറഞ്ഞാലും എന്റെ പൈസ കിട്ടിയില്ലെന്ന് പറഞ്ഞാലും ഒരു മാർഗവുമില്ല. അവിടെ നിന്ന് ഇറങ്ങി കൊടുത്തേ പറ്റൂ. കൊടുത്ത പൈസ ഈ ഉടമസ്ഥൻ തിരിച്ചു കൊടുക്കുവോ? അതിനൊരു കേസ് കൊടുക്കാമെന്ന് വെച്ചാൽ ഈ ഉടമസ്ഥന്റെ പേരിൽ വേറെ വസ്തുവൊന്നും ഉണ്ടാകില്ല. ഈ 5 ലക്ഷവും 10 ലക്ഷവും ഒറ്റയ്ക്ക് കൊടുത്തിട്ട് ഇത് തിരിച്ചു കിട്ടത്തില്ല. വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒറ്റയ്ക്കെടുക്കാൻ പോകുന്നവരോട് എനിക്കുള്ള ഒരു അഭ്യർത്ഥന, നിങ്ങൾ ഈ ഉടമസ്ഥന്റെ കയ്യിൽ ഒറിജിനൽ ആധാരമുണ്ടോ എന്ന് പരിശോധിക്കണം. അതുമാത്രമല്ല, ഈ ഒറിജിനൽ ആധാരം നിങ്ങൾ കൈവശം മേടിച്ച് വെക്കുന്നതായിരിക്കും സുരക്ഷിതം. കാരണം ഒരു ബാങ്കും ഒറിജിനൽ ആധാരമില്ലാതെ ലോൺ കൊടുക്കാറില്ല. ഈ ഒറിജിനൽ ആധാരം ഇയാളുടെ കയ്യിൽ ഉണ്ടെന്ന് കണ്ടാൽ തന്നെ നമുക്ക് പകുതി ആശ്വാസമാവും. ആ ആശ്വാസം പൂർണ്ണമാക്കരുത്. കാരണം ഈ ഒറ്റയ്ക്ക് തന്നതിന് ശേഷം വീണ്ടും പോയി വേണമെങ്കിൽ ലോൺ എടുക്കാം. അപ്പോൾ അതുണ്ടാകാതിരിക്കാനായിട്ട് കഴിവിന്റെ പരമാവധി ഒറിജിനൽ ആധാരം നിങ്ങൾ കൈവശം മേടിച്ച് വെച്ചിട്ട് മാത്രം നിങ്ങൾ ഈ ലക്ഷങ്ങൾ ഈ ഉടമസ്ഥന് കൊടുക്കുക. അല്ലെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ കൊടുക്കുന്ന തുക തിരികെ കിട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഞാനിപ്പോൾ പലരെയും കണ്ടു. പലരും എന്നോടും വന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് ചെയ്യും? 9 ലക്ഷം കൊടുത്തവരുണ്ട്, 5 ലക്ഷം കൊടുത്തവരുണ്ട്, 10 ലക്ഷം കൊടുത്തവരുണ്ട്. അതിങ്ങനെ കിടക്കുക. ഉടമസ്ഥന്റെ കയ്യിൽ നിന്ന് നമുക്ക് ആകെപ്പാടെ സിവിൽ കേസേ കൊടുക്കാൻ പറ്റൂ. സിവിൽ കേസ് കൊടുത്ത് ഭീമമായ കോർട്ട് ഫീയും, അതായത് ഏതാണ്ടോ 11% വരുന്ന കോർട്ട് ഫീയും നമ്മൾ അടച്ചിട്ട് അവസാനം ചെല്ലുമ്പം വിധി കിട്ടും. ഇതെവിടെ നിന്ന് ഈടാക്കിയെടുക്കും? ഉടമസ്ഥന്റെ പേരിൽ ഒരു ഭൂമി പോലും ഇല്ലാത്തപ്പം, ഉള്ള ഭൂമി ബാങ്കുകാർ കൊണ്ടുപോയി. അതില്ലാത്തടത്ത് നിന്ന് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് സൂക്ഷിക്കുക. ഒറ്റയ്ക്കെടുക്കുന്നവർ സൂക്ഷിക്കുക. അതിലും ഭേദം വാടകയാണ്. അല്ലെങ്കിൽ ഒറ്റയ്ക്കെടുക്കുമ്പോൾ ആധാരം അയാളുടെ ഒറിജിനൽ ഉണ്ടോ നോക്കുക. അത് കഴിവിന്റെ പരമാവധി മേടിച്ചു വെച്ചതിന് ശേഷം മാത്രം പണം കൊടുക്കുക.